സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് മ്യൂസിക്കൽ അവാർഡ് നൈറ്റിന്റെ വിധി നിർണയമാണ്. ആദ്യമായി പോപ്പുലർ സോങ്. ഏത് പാട്ടിനാണ് സാർ ഇപ്രാവശ്യത്തെ പോപ്പുലർ സോങ്ങിനുള്ള അവാർഡ് കൊടുക്കേണ്ടത്? ഐശ്വര്യ, എന്നോട് അഭിപ്രായത്തിൽ കേരളത്തിലെ അണ്ണന്മാരെ ഓർക്കാൻ വേണ്ടി പുതിയ പാട്ട് ഇറങ്ങിയത് കേട്ടിട്ടില്ലേ? അതേ പാട്ട് അണ്ണാ നീ അണ്ണാന്നല്ലോ, അണ്ണാ നീ ഉറങ്ങടാ, അങ്ങനെയാണ്. ശരിയാ, ബാഹുബലിയിലെ ആ പാട്ടും അതിലെ തലവിട്ട സീനും, ഇത് രണ്ടുമാണ് ആ സിനിമയെ ഹിറ്റാക്കിയത്. രാജമാജിന്റെ ചട്ടിയൊക്കെയായി ഞാൻ ഫിഷ് മോള് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് രാജവളവനം കേട്ടത്. അപ്പോൾ രാജവളവനം തെറ്റിക്കണ്ടല്ലോന്നോർത്ത് ഞാൻ ഈ ചട്ടിയും എടുത്തു പോകുന്നത്. സേതുപതിയുടെ വിരലുകൾ ബാഹുബലിയുടെ ഭാര്യ ദേവസേന വെട്ടിയ കുറ്റത്തിന്റെ വിചാരണ. ഇതേപ്പറ്റി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ദേവസേനെ? ഒരു വിചാരണയും കൂടാതെ എന്റെ കൈകളിൽ വിലങ്ങ് വെച്ചിരിക്കുകയല്ലേ. ഞാൻ കുറ്റവാളിയാണെന്ന് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? ഇതെന്ത് ന്യായം? ഇത് മകിഴ്മതിയുടെ രാജനീതി. എന്തോ നടന്നത് ദേവസേനെ? ശിവക്ഷേത്രത്തിൽ സ്ത്രീകൾ ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അവരുടെ ദേഹത്ത് കൈവച്ച് തടവി. എന്റെ ശരീരത്തിലും കൈവയ്ക്കാൻ നോക്കി. അവന്റെ വിരലുകൾ വെട്ടി ഞാൻ. നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശ സനന്ദ കണ്ണാ നീ ഉറങ്ങടാ, എൻ കണ്ണാ നീ ഉറങ്ങടാ, എൻ സ്വര പഞ്ചമമേഘ മുരളി കണ്ണാ നീ ഉറങ്ങടാ, ആനന്ദരാഗമെൻ തിരകളിൽ ഉണർത്തി നീ കണ്ണാ നീ ഉറങ്ങടാ. ഇറങ്ങാത്തോണ്ട് ആ പാട്ട് പാലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ദാ കാണ്. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഘോര വനാന്തർഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു.
രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ. ഞാനൊരു കാര്യം പറയാം, ബെസ്റ്റ് സിംഗറിന് 2 നോമിനേഷൻ ഉണ്ട്. കല്യാണ രാമനിലെ ദിലീപ് ഇന്നസെന്റും. നമ്മുടെ രാമൻകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ, എങ്കിലും സോദര ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. എന്നോട് ചോദിക്കാതെ കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞത്? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാണ് തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ. അല്ല കോപ്പിയാ. തേങ്ങാക്കുല ആടുന്നു എന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കുലിയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് വൈകുന്നേരം പ്രസ് മീറ്റ് വെച്ച് നമ്മൾ ഇത് അനൗൺസ് ചെയ്യുന്നു. അതെ, അനൗൺസ് ചെയ്യാൻ വരട്ടെ. എന്താ കാര്യം? എന്താ ബെസ്റ്റ് സിംഗറിന് ഒരാളുടെ പേര് കൂടി നോമിനേഷന് ഉണ്ടെന്ന്. അതാരെന്ന് ഇങ്ങ് കേറി പോരെ. മണ്ണിലാകെ നിന്റെ മന്ദഹാസം മാത്രം ഞാൻ പോവൂല. മുന്നോട്ട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞു. ഒന്ന് കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണ ചോദിച്ചു പാവം